തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണം നിലവിൽ 32 ലക്ഷം മാത്രമാണ്. 2030 അത് 1.2 കോടിയാകുമെന്നാണ് വിലയിരുത്തൽ. 4 വർഷത്തിനുള്ളിൽ വമ്പൻ മാറ്റങ്ങളാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വരാൻ പോകുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകാൻ പോകുന്ന വർധന കണക്കിലെടുത്ത് വിമാനത്താവളം മുഖച്ഛായ തന്നെ മാറ്റുമെന്നാണ് വിവരം. 8707 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് വിമാനത്താവളത്തിൽ നടക്കുന്നത്. ഡൊമസ്റ്റിക് ടെർമിനലിന്റെ ആദ്യഘട്ട വികസനം പൂർത്തീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ടെർമിനൽ നിർമ്മാണം, അനുബന്ധ കെട്ടിടങ്ങളുടെ നിർമ്മാണം, ടണലുകളുടെ നിർമ്മാണം, ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ റാമ്പ്, ATC സബ്സ്റ്റേഷൻ, പുതിയ കാർഗോ സ്റ്റേഷൻ തുടങ്ങിയവയ്ക്കുള്ള ടെൻഡറുകൾ ഇതിനോടകം തന്നെ ആയിട്ടുണ്ടെന്നാണ് വിവരം. രാജ്യാന്തര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ടെർമിനലിന് 15 വർഷത്തെ പഴക്കമുണ്ട്. കാലം മാറിയതോടെ വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ മതിയാകാതെ വരുന്നു. 36 ഇമിഗ്രേഷൻ കൗണ്ടറുകളും 6 ഗേറ്റുകളും 4 എയറോ ബ്രിഡ്ജുകളുമാണ് ഇവിടെയുള്ളത്. ഓരോ ദിവസവും വലിയ ക്യൂ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഗേറ്റുകളുടെ എണ്ണം 19 ഉയർത്താനാണ് നീക്കം. പുതിയ ടെർമിനൽ കെട്ടിടവും നിർമ്മിക്കും. ഇതിനു മുന്നിലായി ഒരു 5 നക്ഷത്ര ഹോട്ടൽ കൂടി വരുമെന്നാണ് വിവരം. 240 മുറികൾ ഉണ്ടാകും. കൂടാതെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും വരും. 3000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു മൾട്ടി ലെവൽ പാർക്കിംഗും നിർമ്മിക്കും. 600 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൺവെൻഷൻ സെന്ററും വരും. നിലവിൽ 10 വിമാനങ്ങൾക്ക് മാത്രം സൗകര്യമുള്ള വിമാനങ്ങളുടെ പാർക്കിംഗ് ബേയിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ 27 വിമാനങ്ങൾക്ക് സൗകര്യമുണ്ടാകും. വിഴിഞ്ഞത്ത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതോടെ വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രോജക്ട് അനന്ത എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.